ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, നമ്മളാണെങ്കിൽ ഈ ഒരു വലിയൊരു മാലയാട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വലിയ മാലയല്ല, ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞേക്കുന്നത് കണ്ടേ ഇവിടെ വരെയാണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞേക്കുന്നത് ചെസ്റ്റിൻ്റെ മണ്ട വരെ സാധാരണ നോർമൽ മാലയുടെ ആ ഒരു ലെങ്താണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഞാനാണെങ്കിൽ ബ്ലാക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാല ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ബീഡ്സും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല കേട്ടോ. മെറ്റീരിയൽസിൻ്റെ സെയിൽ ഞാൻ നടത്തുന്നത്. ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് മെറ്റീരിയൽ സെയിൽ ഉണ്ടോ എന്നുള്ളത്. മെറ്റീരിയൽ സെയിൽ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരും ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യരുത്. സത്യം പറഞ്ഞാൽ കുറേ കോൾസ് വരുന്നുണ്ട്. എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഓർഡേഴ്സ് മാത്രമേ അങ്ങനെ എടുക്കാറുള്ളൂ. വേറെ മെസ്സേജിലൊന്നും ഞാൻ തന്നെ അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല. ആരും ഒന്നും വിചാരിക്കരുത്. അതെൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്തിരിക്കുന്നുള്ളത്. ചിലപ്പോൾ എൻ്റെ മൂഡ് പല സമയത്തും പല രീതിയിലായിരിക്കും. നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ, നമ്മുടെയൊക്കെ മൂഡ് പല സമയത്തും പല രീതിയിലായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മെസ്സേജ് അയക്കാതിരിക്കാം. ഐറ്റം മെറ്റീരിയൽ ഇപ്പം മാല വേണ്ടവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം മെസ്സേജ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വരുന്ന മെസ്സേജിനൊന്നും തന്നെ ഞാനിപ്പോൾ അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല. മെറ്റീരിയൽസ് ഒക്കെ അവരവരുടേതായ രീതിയിൽ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്കിപ്പം ഇപ്പം എൻ്റെ ചോയ്സ്, എൻ്റെ ഇഷ്ടമല്ലായിരിക്കും നിങ്ങളുടെ ഇഷ്ടം. ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്യുന്നിടത്തു നിന്നുള്ള മെറ്റീരിയലിന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണ് അതിന് ക്വാളിറ്റി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വേറെ പർച്ചേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടേതായ രീതിയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഇപ്പം എനിക്ക് ആകെ അറിയാവുന്ന ആ ഒരു സ്റ്റോർ മാത്രമേ ഉള്ളൂ. വെളിയിലൊക്കെ ഒരുപാട് സ്റ്റോറുകളുണ്ട്. പക്ഷെ ഞാനും അവിടെ നിന്നും വാങ്ങിക്കാത്തത് കൊണ്ട് എനിക്കും അറിയത്തില്ല. കാരണം ഇങ്ങനെ വലിയ വലിയ കോൺടാക്റ്റുകളൊന്നുമില്ല. എനിക്ക് ആ ഈ സ്റ്റോർ മോത്തി എന്ന് പറയുന്ന സ്റ്റോർ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ ആരും വാട്സപ്പിലും അങ്ങനെ കോൾ ചെയ്യാതെ ഇരിക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കാതെ ഇരിക്കുക. ഐറ്റം വേണ്ടവരാണെങ്കിൽ മാല വേണ്ടവരാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, അതനുസരിച്ച് ചെയ്തു തരാം. അല്ലാതെ വരുന്ന മെസ്സേജിനൊന്നും തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതും വോയിസ് മെസ്സേജ് അയക്കുന്നതും ഒന്നും തന്നെ എനിക്കിപ്പോൾ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല, എനിക്കിഷ്ടമല്ല അത്ര തന്നെ. അപ്പം വേറൊന്നും എനിക്കിനി അഹങ്കാരമാണ് അതാണ് ഇതാണെന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് പലർക്കും പല മൂഡല്ലേ, ഓരോ രീതിയിലും പല പല മൂഡുകളാണ്. അപ്പം അതുകൊണ്ട് അപ്പം ഇപ്പോൾ ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ബീഡ്സും പിന്നെ അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഗോൾഡൻ കളറിലുള്ള പെൻഡൻറ്റുമാണ്. പിന്നെ ഈ പെൻഡൻറ്റിൻ്റെ കളർ പോകുമെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കളർ അങ്ങനെയൊന്നും മങ്ങത്തില്ല. അല്ല അവിടെ എവിടെയും കൊണ്ടിട്ട് മറ്റു മാലകളുടെ കൂടൊക്കെ ഇടുകയാണെങ്കിൽ കളർ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിപ്പോൾ എല്ലാ മാലകളും അതുപോലെ തന്നെയാണ്. സെപ്പറേറ്റ് ആയിട്ട് നമ്മളിപ്പം വെച്ച് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് തുണിയിലൊക്കെ പൊതിഞ്ഞ് നല്ല രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ അത് അവിടെ തന്നെ ഇരുന്നോളും. അതാണ് പറഞ്ഞു വന്നത്. ഇപ്പം പിന്നെ വേറെ എന്താണ്, അപ്പം ഇന്നലെ ആണെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇന്നലെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുഞ്ഞിനെയൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. കുഞ്ഞിനെ കണ്ടു, കുഞ്ഞ് വന്നിട്ടുണ്ട്. 2 വയസ്സാണ് കേട്ടോ. അപ്പോൾ അവൻ ഇന്നാണെങ്കിൽ ആദ്യമായിട്ട് അംഗൻവാടിയിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാ കൊണ്ടുപോയി ഇരുത്താൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയി ഇരിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ പോയിരിക്കുകയാണ്. അപ്പം ചുമ്മാ രസം എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഇവിടെ ഇനി എന്നാ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവരുടെ സമയമൊക്കെ അനുസരിച്ച് വരുമായിരിക്കും. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഈ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഡൻ്റെ ഗിയർ വയർ ആണ്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഗിയർ വയർ ഒരുമിച്ച് ഗിയർ ലോക്കയിലിട്ട് കൊളുത്തിലോട്ട് ലോക്ക് ചെയ്യാം. അപ്പം അത് പറ്റുന്നില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഗിയർ ലോക്കയിലോട്ട് ലോക്ക് ചെയ്യാം. അതെങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം ഞാനൊരു ഗിയർ വയർ എടുത്തിട്ട് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്തു. രണ്ടാമത്തേതും അങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തു. എക്സസ് ആയിട്ടുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഗോൾഡൻ്റെ ബീഡ് ആദ്യം ആ 2 ഗിയർ വയറും കണക്ട് ചെയ്യുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രമാത്രം ഇത് പറയുന്ന മനസ്സിലാകുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ഏകദേശം കാണുന്നവർക്ക് ആ ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിക്കിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയത്തില്ല കേട്ടോ. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ 2 ഗിയർ വയറിലും സെപ്പറേറ്റ് ആയിട്ട് ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഇപ്പോൾ 2 ലെയറായിട്ടല്ലേ അത് വരുന്നത്. ലാസ്റ്റ് വരുമ്പോൾ ആ ലോക്കറ്റ് വരുമ്പോഴത്തേക്കും ആ ഒരു ലെയർ ഒന്നിച്ച് വന്നിട്ട് വീണ്ടും അപ്പുറത്ത് അതുപോലെ തന്നെ 2 ലെയറായിട്ട് വരുന്ന ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം എന്താണെന്നുള്ളത്. ആ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം നമുക്ക് സാരിയുടെ കൂടെയൊക്കെ ഇപ്പം ബ്ലാക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കളേഴ്സാണ്. ബ്ലാക്ക്, മെറൂണ്, ഗ്രീനിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് റോയൽ ബ്ലൂ ആണ്. ഗ്രീൻ പക്ഷേ അത്രയ്ക്ക് എടുപ്പ് കാണുക. ഗ്രീൻ ആണെങ്കിലും ഡാർക്ക് ഗ്രീൻ കളേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല എടുപ്പായിരിക്കും കാണാൻ വേണ്ടിയിട്ട്.
അപ്പം ഇത് ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് 2 കളേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒന്ന് ഡാർക്ക് എന്താണ് റോയൽ ബ്ലൂ കളറും പിന്നെ ബ്ലാക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡ് പ്ലേറ്റഡിൻ്റെ വലിയൊരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ ലോക്കറ്റ് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സ്ട്രാ ബീഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഈ ബീഡിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ലോക്കറ്റ് ചിലപ്പം കയറണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം ജസ്റ്റ് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ചില ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ അത് കയറാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ ലോക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമുക്കത് അതിലേക്കൂടെ വയറ് പോലെ ഇങ്ങനെ ചില മാലകളൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് ബീഡ്സ് ഇടാതെ ആ ഒരു വയറ് പുറത്തോട്ട് കാണുന്ന രീതിയിൽ ഗിയർ വയറൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യും. നമ്മളൊരു വർക്ക് കൊടുക്കുമ്പോഴത്തെ എനിക്ക് ഈ ഒരു ജേർണിയിൽ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വർക്ക് കൊടുക്കുവാണേലും അത് നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ല ഫിനിഷിങ്ങോട് വേണം നമ്മളത് കൊടുക്കാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ്. എന്തായാലും എല്ലാവരും കഷ്ടപ്പെട്ട് ഒരിക്കലും പൈസ ഈ വെറുതെ കിട്ടുന്ന ഒരു ഐറ്റം അല്ല, എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ മാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്യൂസ് വെയർ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് അത് ചെറിയൊരു വയറാണ്. അത് വെച്ചിട്ട് നമ്മളിതുപോലെ അടിയിൽ കുറച്ച് ഹോൾസ് ഉണ്ടായിരുന്നു. ആ ഹോൾസ് എല്ലാം നമ്മളിതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സിമ്പിളാട്ടോ. നമുക്കത് ഇതുപോലെ ഫ്യൂസ് വെയർ വെച്ചിട്ട് നമുക്ക് കമ്മലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ജിമിക്കിയിലൊക്കെ നമുക്ക് കമ്മൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് മൊത്തം ഇതിന് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ രാവിലെ ഏകദേശം 7 മണി 8 മണി ആ ഒരു സമയത്താട്ടോ. അപ്പോൾ 2 ഓർഡേഴ്സ് നമുക്ക് സാറ്റർഡേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മാലകളൊക്കെ നമുക്ക് വേണമെങ്കിൽ 290 അല്ലെങ്കിൽ 300 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളുടേതായ രീതിയിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റും. ഞാൻ കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ആ മാലയുടെ 2 കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മുടെ മാലയുടെ മേക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അതൊക്കെ അവരവരുടെ ചോയ്സാണ്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. അപ്പോൾ മാല വേണ്ടവരാണെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. മെറ്റീരിയൽ സെയിൽ എനിക്കില്ല. അത് നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവരവർക്ക് ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ത്വര ഉള്ളിലുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴേ നമുക്ക് എനിക്കും അറിയത്തില്ല ഇതൊക്കെ നല്ല മെറ്റീരിയലാണോ എന്നൊക്കെ. കസ്റ്റമേഴ്സ് പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. പിന്നീട് അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ കസ്റ്റമേഴ്സിനെ കിട്ടുക എന്ന് പറഞ്ഞേക്കുന്നത് ഇൻസ്റ്റഗ്രാമിലും അതിലും ഇതിലുമൊക്കെ വീഡിയോ ഇട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടേതായ രീതിയിൽ എഫോർട്ട് ഇട്ടെങ്കിൽ മാത്രമേ അത് നല്ല ഇതായിട്ട് പോകത്തുള്ളൂ. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പിക്ക് ഇട്ടിട്ട് വേറൊരാൾ സെയിൽ ചെയ്യുന്ന രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാം. നമ്മൾ ആരുടെയും പ്രൊഡക്റ്റിൻ്റെ പിക്ക് എടുത്തിട്ട് ഒരിക്കലും റെഫറൻസ് പിക്കായിട്ട് അവരോട് ചോദിക്കാതെ റെഫറൻസ് പിക്കായിട്ട് നമ്മൾ ഒരിക്കലും ഇടരുത്. ഒന്നെങ്കിൽ നമ്മൾ ജസ്റ്റ് അവരോടൊന്ന് ചോദിക്കുക. ആ ഒരു മര്യാദയെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം. അപ്പോൾ ജസ്റ്റ് അവരോടൊന്ന് ചോദിക്കുക, ഞാനിത് റെഫറൻസ് പിക്കായിട്ട് ഇട്ടോട്ടെ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ തന്നെ പിക്ക് എടുത്തിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത്. നമുക്ക് അങ്ങനെ ഒരിക്കലും നമ്മളങ്ങനെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.